ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മൂന്നേ ഇൻഗ്രീഡിയൻസ് വെച്ച് 5 മിനിറ്റ് കൊണ്ട് കടല മിഠായി ഉണ്ടാക്കി എടുക്കാം. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കണ്ണു അടച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണ്. എല്ലാവർക്കും കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിതിന് ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് ശർക്കരയാണ് എടുത്തത്. അതേ അളവിൽ തന്നെ 1/2 കപ്പ് കടല ഞാൻ വറുത്ത് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട്. ഇതേ ഉള്ളൂ, 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചെറിയൊരു പാത്രം വെച്ചു. അതിലോട്ട് ഞാൻ ആ പാത്രം ഒന്ന് ചൂടാകുമ്പോൾ നേരത്തെ എടുത്തു വെച്ച ശർക്കര ഇടുകയാണ് ചെയ്യുന്നത്. ശർക്കര ഒന്ന് ചൂടായി വരുമ്പം ഞാനതിൽ ശർക്കര ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡ്രോപ്സ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്യാണ്. ഇത് നമുക്കിനി അരിച്ചെടുക്കണം. കാരണം ശർക്കരയിൽ മണ്ണ്, അങ്ങനത്തെ കല്ല്, അങ്ങനത്തെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 2-3 തവണ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെച്ചിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ പഞ്ചസാരനേക്കാളും ബെറ്റർ ശർക്കര തന്നെയാണ്, ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഹെൽത്തിയുടെ കാര്യത്തിലും. ഈ ശർക്കര ഇപ്പം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് നേരത്തെ ഞാൻ വറുത്ത് തൊലി കളഞ്ഞ് വെച്ച കടല ഇട്ട് അതൊന്ന് ഒരു ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഫൈനായിട്ട് പൊടിയാൻ പാടില്ല, കാരണം കടല ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം, എന്നാലേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇനി ഞാനൊരു ചെറിയ പാത്രത്തിൽ 2-3 ഡ്രോപ്സ് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഞാൻ നേരത്തെ വെച്ച ആ പാത്രം ഒന്നുകൂടെ വെക്കുകയാണ്. അതിലോട്ടേക്ക് നേരത്തെ ഞാൻ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിക്കുകയാണ്. എന്നിട്ട് അത് ഞാൻ നന്നായിട്ട് വീണ്ടും ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിനി നല്ല രീതിയിൽ ചൂടായി വരണം. ഇതിൻ്റെ ഒരു പരുവം കറക്റ്റ് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കൊള്ളായിപ്പോവും. ഈ ടൈം ഫയർ കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫയർ കൂടുതലാകുമ്പോൾ ശർക്കര പെട്ടെന്ന് കരിഞ്ഞു പോകും, ഒരു ബേൺ ആയ പോലത്തെ ടേസ്റ്റ് വരും. ഇതിലോട്ട് ഞാൻ ഒരു 2-3 ഡ്രോപ്സ് നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൈ വിടാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ പാകം നോക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളത്. ഇതിനി കുറച്ചുകൂടെ ഒന്ന് കട്ടിയാക്കിയിട്ട് ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് നമുക്കിതിൽ നിന്ന് 2-3 ഡ്രോപ്സ് അതിലോട്ട് ഉറ്റിച്ച് നോക്കാം. എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് തൊട്ട് നോക്കാം. തൊട്ട് നോക്കിയിട്ട് അതിപ്പം ഇങ്ങനെ വലിഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. അത് പൊട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടണം. അതായത് ഒരു ക്രിസ്റ്റൽ പോലെ കിട്ടണം, എന്നാലേ അത് നല്ല രീതിയിൽ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ കളിക്കും നമ്മൾ ഇപ്പം തന്നെ കടല ഇടുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് നോക്കുന്ന സമയത്ത് ഫയർ നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തല്ല ഇത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്തപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു നല്ലൊരു ക്രിസ്റ്റൽ പോലെ, കല്ല് പോലെ ആയിട്ടുണ്ട്. ഓവർ തീ കൂട്ടി വെക്കാണ്ട് നോക്കുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള കടലിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കടലിടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ശർക്കര മതിയാകുമോ, കടല കുറച്ച് കൂടിപ്പോയെന്നൊക്കെ തോന്നും. പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും കടലയിലൊക്കെ ആ ശർക്കര പിടിച്ച് സെറ്റാകും. പിന്നെ ശർക്കര കുറച്ച് കുറഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത്. കടലയുടെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കടല കുറച്ച് കൂടുതലും ശർക്കര കുറച്ച് കുറവുള്ള രീതിയിൽ വേണം കിട്ടാൻ. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ അടിക്ക് പിടിക്കാണ്ട് നോക്കുക. ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതാണ്. ഇനി ഞാനിത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള പാത്രമില്ലേ, അതിലോട്ട് ഞാൻ ഈ മിക്സ് ഇട്ട് ഒരു ചട്ടകോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആണെങ്കിൽ അതിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുത്താലും മതി. ഞാൻ ഈ ചട്ടകം വെച്ചിട്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് പ്രസ് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വല്ല അടപ്പ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പ്രസ് ചെയ്താലും മതി. ഇത് നല്ല രീതിയിൽ ഒരേ ലെവലിൽ കിട്ടുവാണെങ്കിൽ നല്ലത്. നല്ല രീതിയിൽ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഇളം ചൂടോടുകൂടി തന്നെ ഇത് കട്ട് ചെയ്യുക. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ, അതായത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്, പൊട്ടിപ്പോകും. അപ്പോൾ ഇപ്പോഴേ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ലൈൻ പോലെ വരച്ച് വെച്ചാലും മതി. അതാകുമ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചെടുക്കാനും എളുപ്പമാണ്. ഞാൻ ഇപ്പം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്.
ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ തന്നെ. പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധ വേറെ എവിടെയും പോകാണ്ട് ഇത് തന്നെ ശ്രദ്ധിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് കരിയാനും പാളിപ്പോവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക മിഠായി തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ പറയാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള സിമ്പിൾ ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബൈ.